യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ, യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച നിങ്ങൾ, യേശുവിനെ പരസ്യമായി സാക്ഷീകരിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ മക്കളെന്ന് തന്നെയാണ്. നമ്മുടെ ദൈവം മഹാദൈവമാണ്. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം, അതിലെ സകല ചരാചരങ്ങളെ ഉണ്ടാക്കിയ ദൈവം മഹാദൈവമാണ്. ആ ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ. നിങ്ങളിനി ഭയപ്പെടേണ്ട. പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നിങ്ങൾക്ക് നൽകിയത്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ്. നിങ്ങൾ പുത്രന്മാരാണെങ്കിൽ, മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തു യേശുവിൽ ദൈവം തീർത്തു തരും. മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ഭാരപ്പെടണ്ട. സ്വർഗീയ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും എന്നതിനെ ഓർത്ത് വിചാരപ്പെടണ്ട. നിങ്ങൾ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കളെന്ന പദവി എത്ര ശ്രേഷ്ഠമാണ്. കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതെ, നാം എല്ലാവരും മക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ ജീവിതം ക്ഷണികമാണ്. ഇവിടെ ദൈവത്തിൻ്റെ മക്കൾ അവഗണിക്കപ്പെട്ടേക്കാം, ഇവിടെ തള്ളപ്പെട്ടേക്കാം, നിന്ദിക്കപ്പെട്ടേക്കാം. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. കഷ്ടതയിലൂടെ, വേദനയിലൂടെ, ശോധനയിലൂടെയൊക്കെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അവിടെ എത്തുമ്പോഴാണ് ദൈവം നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്ന് ലോകം കാണാൻ പോകുന്നത്. ദൈവം നമ്മെ കാണുന്നത് മക്കളെന്ന പദവിയിലാണ്. നാം ദൈവത്തിന് വിലയേറിയവരും മാന്യരുമാണ്. പരീക്ഷകളിലൂടെ കടന്നു പോവുകയാണ്. സഹിക്കാനാ ദൈവം നമ്മെ വിളിച്ചത്. അവസാനത്തോടെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, സഹനത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ജീവകിരീടമാണ്. നിങ്ങളുടെ തലയിൽ ഒരു കിരീടം വരും. ദൈവം നിങ്ങളെ തേജസ് അണിയിപ്പിക്കും. പറഞ്ഞു തീരാത്ത മഹിമയുള്ള സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അല്പനേരത്തേക്ക് ഇച്ചിരി കഷ്ടങ്ങളിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഭാരപ്പെടണ്ട. മക്കളാണ്. നിങ്ങളുടെ പദവി വലുതാണ്, നിങ്ങളുടെ മാന്യത വലുതാണ്, നിങ്ങളുടെ അംഗീകാരം വലുതാണ്. ദൈവം മാനിക്കും. ദൂതന്മാരുടെ നടുവിൽ മാനിക്കും. പ്രിയപ്പെട്ടവരെ, ആ തേജസ് അത് ശോഭ കുറയാത്തതാണ്, വാടാത്ത കിരീടമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ അല്പം കഷ്ടമുണ്ട് എന്ന് കരുതി തളർന്നു പോകരുത്. നിങ്ങളുടെ പദവി എന്താണെന്ന് അറിഞ്ഞ് നിങ്ങൾ മുൻപോട്ട് പോകണം. ഈ കഷ്ടതയ്ക്കും അപ്പുറം വെളിപ്പെടാനിരിക്കുന്ന തേജസ് മുൻപിൽ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകണം. ദൈവം കൈവിട്ട് കളയില്ല. ദൈവത്തിന് കൈവിടാൻ കഴിയില്ല. എൻ്റെ പുത്രനായ യേശുവിൻ്റെ ചോര കൊടുത്ത് വാങ്ങിയതാ നിന്നെ. ഒരിക്കലും കൈവിടില്ല. വിശ്വസിക്കുക. നിങ്ങൾ മക്കളാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. വചനത്തോടെ, വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.